മനുഷ്യനിർമ്മിതമല്ല, ദൈവമാണ് തരുന്നതെന്ന് ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു. അത് ദൈവത്തിൻ്റെ കരുണ, അതാണ് ദൈവനിശ്ചയം. ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി തുടർ വിദ്യാഭ്യാസം നടത്തി വക്കീലാവുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ഒന്ന് ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് അതിന്റെ ലക്ഷ്യം എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹത്തിന് അറിയാമോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രവൃത്തികൾ ആരെ കൊടുക്കാനാണ്? കാരണം ഞങ്ങൾ മറ്റൊരു നാട്ടിൽ അടിമകളെ പോലെ ജീവിക്കുന്നവരാണ്. പക്ഷെ എൻ്റെ ഓരോ ഞായറാഴ്ചയും കുറഞ്ഞത് അങ്ങനെ ഞാൻ ടോംകിൻ സ്ക്വയറിൽ കീർത്തനം ആരംഭിച്ചു. അവിടെ ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം തുടർച്ചയായി. ന്യൂയോർക്ക് ടൈംസാണ് ആദ്യം ഈ വാർത്ത. ശിഷ്യന്മാരും കരയുകയായിരുന്നു. എന്നെ സംരക്ഷിക്കാനായി എനിക്ക് ഒട്ടേറെ അച്ഛന്മാരും അമ്മമാരുമുണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് വളരെയധികം പ്രിയ. ജീവിതത്തിൽ നിന്നും ഉദ്ധരിച്ച് അവരെയെല്ലാം ശ്രീല പ്രഭുപാദ് ഉത്തമ ഭക്തന്മാരാക്കി മാറ്റി. വെറും 11 വർഷത്തിനകം 14 തവണ ലോകം ചുറ്റി സഞ്ചരിക്കുകയും 100-ലധികം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും 80-ലധികം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത് പ്രഭുപാദ് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവചനങ്ങളെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഭൂമിയുടെ ഓരോ കോണിലും കൃഷ്ണാവബോധം പ്രചരിപ്പിച്ചു. I will never die. I live forever in my books and you will utilize. ഞാൻ
എൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ ജീവിക്കും. നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും എന്ന് ശക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീല പ്രഭുപാദ് തന്റെ ശിക്ഷണങ്ങളിലൂടെ ഇന്നും കോടിക്കണക്കിന് ആളുകളെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ആ യുഗാചാര്യന്റെ ആവിർഭാവ ദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ ത്യാഗത്തിനോടും കാരുണ്യത്തിനോടും നമ്മുടെ കടപ്പാട് അറിയിക്കുകയും അദ്ദേഹം നൽകിയ ശിക്ഷണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നാം ഓരോരുത്തരും ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ക്ഷണവും ഓരോ നിശ്വാസത്തിലും ആ ജഗദ്ഗുരുവിന്റെ സന്ദേശങ്ങൾ मम जन्मनि जन्मनीश्वरे भवता गतिर्हैतु की त्वयि ऐनन्दतनुज किं करं पतितं मां शमे भवामुदा कृपया तव पादपङ्कज स्थितधूली सदृशं विचिन्तय नयनं मुहलतश्रुधारया वदनं गद्गदरोद्धया गिरा पुलके निजितं वपुकदा तव नामग्रहणे भविष्यति युगायितं निमिषेण चक्षुषा प्रादृशायितं शून्यायितं जगत्सर्वं गोविन्द विरलेन मे आश्लेष्य वा पादरतां पिनस्तु माम् अदर्शनं मर्मरतां करोतु मां यदा तदा वा विदधातु लम्पटो मत्प्राणनादस्तु स एव न परः मत्प्राणनादस्तु स एव न परः मत्प्राणनादस्तु स एव न जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री हरे कृष्ण ഇസ്കോൺ ഭക്തന്മാർക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഈ ഇസ്കോൺ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം പ്രഭുപാദ് നമുക്കൊരു സമ്മാനമായിട്ട് തന്നിട്ട് പോയതാണ്. ആ പ്രഭുപാദിൻ്റെ ഇസ്കോൺ സ്ഥാപകാചാര്യൻ്റെ ആവിർഭാവ ദിവസമാണെന്ന്, ജന്മദിനമാണ്. ലോകം മുഴുവനും എല്ലാ ഇസ്ലാം കേന്ദ്രങ്ങളിലും ഇന്ന് ഈ പ്രോഗ്രാം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ കഴിഞ്ഞ 3 വർഷം വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലവും നമ്മൾ നടത്തുന്നുണ്ട്. അതിനായി നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി വന്നിട്ടുള്ള ശ്രീ കെ വി മോഹൻകുമാർ സാർ ആണ്.
അദ്ദേഹം ബഹുമുഖ പ്രതിഭയായ IAS ഓഫീസറാണ്. അദ്ദേഹം കേരള കൗമുദി, മലയാള മനോരമ അവിടെയൊക്കെ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, പാലക്കാട് ഡിസ്ട്രിക്ട് കളക്ടറായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ചലച്ചിത്ര അക്കാദമി, നോർക്ക തുടങ്ങിയ മേഖലകളിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ അദ്ദേഹം മേധാവിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. ഉഷ്ണരാശി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക് 2018 വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും കൂടാതെ 15 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇസ്കോൺ ഭക്തർക്ക് അദ്ദേഹം ഏറ്റവും പ്രിയങ്കരനാണ്. കാരണം എന്തെന്ന് വെച്ചാൽ മഹായോഗി എന്ന് പറയുന്ന ഒരു പുസ്തകം നോവൽ രൂപത്തിൽ രചിച്ചിട്ടുണ്ട്. സാധാരണ കവികൾ അല്ലെങ്കിൽ എഴുത്തുകാർക്ക് അവരുടെ വിഷൻ വേറെയാണ്, അവരുടെ കാഴ്ചപ്പാട് വേറെയാണ്. സോ അദ്ദേഹത്തിന് പ്രഭുപാദ് മായപ്പൂരിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രഭുപാദിനെ കുറിച്ച് അറിയാം. ആ പ്രഭുപാദിനെ കുറിച്ച് എഴുതണം എന്നൊരു ശരിക്കും ഒരു ഡിസയർ കാരണം അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അദ്ദേഹത്തിനെ ഇവിടെ ലഭിച്ചതിൽ വളരെ സന്തോഷമാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം. KP നമ്പൂതിരി ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് അസുഖം പ്രശ്നമായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. അടുത്ത പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഫുൾ ടൈം ഇരിക്കാമെന്നും അദ്ദേഹം വാഗ്ദാനം നൽകി. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീമതി പൂർണിമ സുരേഷ് അവർകളും തിരക്കേറിയ സമയത്തിൽ എല്ലാം മാറ്റിവെച്ച് നമ്മളോടൊപ്പം എത്തിപ്പെട്ടിട്ടുണ്ട്. അവരെയും ഹാർദവമായി നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹിസ് ഹോളിനെസ് ഭക്തിവിനോദ സ്വാമി മഹാരാജ് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം 35 വർഷത്തിന് മേലെ ഇസ്കോൺ പ്രസ്ഥാനത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. തുടർച്ചയായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാരാജ് ചെറുപ്രായത്തിൽ BTech കെമിക്കൽ എഞ്ചിനീയറിംഗ് NIT ട്രിച്ചിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 വർഷം MNCയിൽ ഡിസൈനർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ബ്രഹ്മചാരിയായിട്ട് ഇസ്കോണിൽ ജോയിൻ ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രസ്ഥാനത്തിൽ, ഈ പ്രഭുപാദിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വലിയൊരു വ്യക്തിയാണ് ഭക്തിവിനോദ സ്വാമി മഹാരാജ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിനുണ്ട്. സൗത്ത് ഇന്ത്യ സോണൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇസ്കോൺ ഇന്ത്യയുടെ ട്രസ്റ്റി ബ്യൂറോയിലുമാണ്. ഡെപ്യൂട്ടി GBC ആയിട്ട് മഹാരാജ് സർവീസ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് അമ്പലങ്ങൾ കൺസ്ട്രക്ഷൻ എല്ലാം നടക്കുന്നത് മഹാരാജത്തിൻ്റെ നേതൃത്വത്തിൽ. കോയമ്പത്തൂരിൽ ഒരു ഡ്രീം പ്രോജക്റ്റായിട്ട് കോയമ്പത്തൂർ ചന്ദ്രോദയ മന്ദിർ, അതിൻ്റെ വലിയൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാജിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് സർവീസിലാണ് എന്ന് ചോദിച്ചാൽ പ്രചരണത്തിലാണ്. യൂത്ത് പ്രീച്ചിങ്, കോർപ്പറേറ്റ് പ്രീച്ചിങ്, ഇൻ്റർനാഷണൽ പ്രീച്ചിങ്, എപ്പോഴും പ്രചരണത്തിനകത്താണ് മഹാരാജിന് അത്രയും താല്പര്യമുള്ളത്. സോ ഇന്ന് നമുക്ക് മഹാരാജ് മറ്റുള്ളവരുടെ പ്രഭുപാദിനെ കുറിച്ച് നമുക്ക് അവരിൽ നിന്ന് കേൾക്കാം. മഹാരാജിനെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ.
നന്ദി സർ. അനുഗ്രഹ ഭാഷണമാണ് അടുത്തത്. തൻ്റെ മഹനീയമായ സാന്നിധ്യത്തിലൂടെ വേദി ധന്യമാക്കി തീർത്തിരിക്കുകയാണ് ഹിസ് ഹോളിനെസ് ഭക്തി വിനോദ് സ്വാമി മഹാരാജ്. അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയുടെ ട്രസ്റ്റി, ഇസ്കോൺ സൗത്ത് ഡിവിഷണൽ കൗൺസിൽ ചെയർമാൻ, വെസ്റ്റ് തമിഴ്നാട്, കേരള എന്നീ പ്രദേശങ്ങളിലെ സോണൽ സെക്രട്ടറി, കേരള ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിൻ്റെ ഡയറക്ടർ, ഭക്തിവേദാന്ത അക്കാദമി കേരള ആൻഡ് തമിഴ്നാട് ഡയറക്ടർ എന്നിങ്ങനെ നിരവധി തസ്തികകളിൽ ഹിസ് ഹോളിനെസ് ഭക്തി വിനോദ് സ്വാമി മഹാരാജ് സേവനമനുഷ്ഠിച്ചു പോരുന്നു. തന്റെ ഓരോ ശ്വാസത്തിനും ഓരോ ക്ഷണവും പ്രഭുപാദ നല്ല കൈയടി കൊടുക്കാം എല്ലാ വിജയികൾക്കും. അടുത്തതായി ഡ്രാമ കോമ്പറ്റീഷൻ സെക്കൻഡ് പ്രൈസ് ദക്ഷ സന്ദീപ്, ദേവിക കൃഷ്ണകുമാർ. Drama second prize, Devika Krishnakumar and Daksha Sandeep. Quiz competition second prize, quiz competition first prize, Dev Krishnakumar and Ishani Sanju. Quiz competition first prize, Ishani Sanju and Dev Krishnakumar. Quiz competition second prize, Viking Jomon and Shreyas PS. നല്ലൊരു കൈയടി നൽകി വിജയികളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Quiz competition second prize, Viking Jomon and Shreyas PS. Drawing competition first prize, G. Kritish. അടുത്തതായി പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുകളാണ്. അത് പിന്നീട് നൽകുന്നതായിരിക്കും. His name is Bhakti Vinod Swami Maharaj. ആരാധനായ വെങ്കടേശ്വരദാസ് സ്വാമി, കോർപ്പറേഷൻ ഡിവിഷൻ്റെ ബഹുമാനിയായ പ്രതിനിധി ശ്രീമതി പൂർണിമ സുരേഷ്, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള ഇസ്കോൺ ഡിവോട്ടികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആരാധനായ ശ്രീല പ്രഭുപാദരുടെ 129 ജന്മവാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമാണ് എന്നോട് ഈ മഹായോഗത്തിൽ പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട്
തൃശ്ശൂർ യൂണിറ്റിൻ്റെ സാരഥികളോട് നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എന്നെ ഇവിടെ എത്തിക്കുന്നതിന് നിമിത്തമായത് ശ്രീരാം പ്രഭുപാദരുടെ ജീവിതത്തെ ആസ്പദമാക്കി 4 വർഷം മുൻപ് ഞാൻ എഴുതിയ മഹായോഗി എന്ന നോവലാണ്. കോവിഡ് എന്ന മഹാമാരിയുടെ ആക്രമണത്തിൽ നമ്മളൊക്കെ വിഭ്രമിക്കിങ്ങനെ പരിഭ്രാന്തരായി നിൽക്കുന്ന ഒരു സമയത്താണ് ബാംഗ്ലൂർ ഇസ്കോണിൽ നിന്ന് ശ്രീരാം പ്രഭുപാദയുടെ ജീവിതത്തെ ആസ്പദമാക്കിയൊരു നോവൽ എഴുതുന്നതിന് എനിക്ക് ഉദ്യോഗം ഉണ്ടാകുന്നത്. ശ്രീരാം പ്രഭുപാദൻ 125-ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷിലും ഇന്ത്യയിലെ 7-6 ഭാഷകളിലുമായി അദ്ദേഹത്തിൻ്റെ ജീവിതം രേഖപ്പെടുത്താനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി മലയാളത്തിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം രചിക്കാനുള്ളത് എനിക്ക് മുൻപിൽ ഒരു അനുഗ്രഹമായി. കാര്യം അതിനൊരു നിമിത്തമെന്നോളം അതിന് മുന്നേ തന്നെ ഞാൻ പ്രഭുപാദനെക്കുറിച്ച് ധാരാളം വായിച്ചിരുന്നു. മായാപ്പൂരിലും കൽക്കട്ടയിലും അതുപോലെ ബോംബെയിലും ബാംഗ്ലൂരിലുമുള്ള ഇസ്കോൺ ക്ഷേത്രങ്ങളൊക്കെ എനിക്ക് പലവണ്ണം സന്ദർശിക്കാൻ അതിന് മുമ്പേ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. എനിക്ക് നല്ലൊരു നിമിത്തമായിരുന്നു, ഒരു നിയോഗമായിരുന്നു. നമ്മളെന്തോ ചെയ്യാൻ നമുക്കൊരു ദൗത്യം ഉണ്ടാവുക, ആ ദൗത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിനായിട്ട് ചില നിമിത്തങ്ങളൊക്കെ ഉണ്ടാകും. അത്തരമൊരു നിമിത്തമായിരിക്കണം. ഞാൻ ബംഗാളിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിരീക്ഷകനായി അവിടെ ജോലി നോക്കുന്ന സമയത്ത് മായാപ്പൂരിലും കൽക്കട്ടയിലുമൊക്കെ എനിക്ക് അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായി. ഞാൻ 2020 കോവിഡിൻ്റെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയിലാണ് ശരിക്കും അദ്ദേഹം പ്രവർത്തിച്ച പല സ്ഥലങ്ങളിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് അനുവദിക്കുന്ന സമയങ്ങളിലൊക്കെ യാത്ര ചെയ്ത് അങ്ങനെ അദ്ദേഹം എവിടെയൊക്കെ ജീവിച്ചിരുന്നു, ഇന്ത്യയിലെ ഡൽഹിയിലും കൽക്കട്ടയിലും മായാപ്പൂരിലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ സ്ഥലങ്ങളിലെല്ലാം ചേർന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതം നേരിൽ പകർത്താനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വായിക്കാൻ കഴിയും. അദ്ദേഹം എഴുതിയ ഡയറി കുറിപ്പുകൾ നേരിട്ട് വായിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അമേരിക്കയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയുടെ ഓരോ ദിവസത്തെയും യാത്രാ കുറിപ്പുകൾ അദ്ദേഹം എഴുതി വെച്ചിരുന്നു, ജലദൂത ഡയറി കുറിപ്പുകൾ. അത് വായിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞതാണ് മഹായോഗി എന്ന നോവൽ. പ്രഭുപാദയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്ര. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു പക്ഷേ അതിനെക്കുറിച്ച് പറയാൻ ഒരു 10 മണിക്കൂറോളം വേണ്ടി വരും. എന്നാൽ അത്ര അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച ഒരാളാണ്. പക്ഷെ ഇവിടെ സമയമുള്ള പരിമിതമാണ്. എനിക്കൊരു 15 അല്ലെങ്കിൽ പരമാവധി 20 മിനിറ്റിനുള്ളിൽ എനിക്ക് എൻ്റെ ഈ ലഘു പ്രഭാഷണം ഉപസംഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മഹനീയമായ ധന്യമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനാവുന്ന ഒരു ആണിക്കല്ല് എന്ന് പറയുന്ന ഒരു കീ സ്റ്റോൺ എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്ന വാചകമാണ്. യസ്യാഹം അനുഗ്രഹാമി ഹരിസ്യേ ബന്ധനം ശനേ. ഈ യുധിഷ്ഠിരനോട് ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്, അതായത് if my special favor is shown to some devotee, I gradually deprive him of his wealth. ഇതാണ് ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നത്. എനിക്ക് എൻ്റെ ഏതെങ്കിലും ഒരു ഭക്തനോട് എനിക്ക് അതീവമായ പ്രീതി ഉണ്ടാവുകയാണെങ്കിൽ, എൻ്റെ അനുഗ്രഹ കടാക്ഷങ്ങളിൽ ഏതെങ്കിലും ഒരു ഭക്തനിലേക്ക് പതിക്കുകയാണെങ്കിൽ ഞാൻ ക്രമേണ അവരുടെ ഭൗതിക ധനത്തെ മുഴുവനും ഇല്ലാതാക്കും, അവനെ ആത്മീയമായ ഔന്നത്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അതാണ് ശരിക്കും പ്രഭുപാദയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നമ്മൾ പ്രഭുപാദയുടെ ജീവിതം മൊത്തത്തിൽ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ശ്രീമദ് ഭാഗവതത്തിലെ ഈ വരികൾ തന്നെയാണ്. യസ്യാഹം അനുഗ്രഹാമി ഹരിസ്യേ തദ്ധനം ശനേ. ഇത് തന്നെയാണ് പ്രഭുപാദയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതിലേക്ക് വരും, പിന്നീട് ഇതിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം തന്നെ അത് തിരിച്ചറിയുന്നൊരു ഘട്ടമുണ്ട്. നമുക്കറിയാം, അദ്ദേഹം കൽക്കട്ടയിലെ സുവർണ വണി വംശത്തിൽ ജനിച്ചൊരു യുവാവായിരുന്നു.
വീട്ടിൽ ഓമനപ്പേരായിട്ട് വിളിച്ചിരുന്നത് ഗൗർമോഹൻ എന്നൊരു തുണി വ്യാപാരിയുടെ രജനി എന്ന ഗൗഡിയ വംശത്തിലെ അമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അതിൻ്റെ ഒരു വൈഷ്ണവ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഗൗർമോഹൻ വലിയൊരു വൈഷ്ണവ ഭക്തൻ കൂടിയാണ്. അദ്ദേഹം ജനിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ജാതകം എഴുതിയപ്പോൾ ജാതകത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യം ഗൗർമോഹനെ അത് വല്ലാതെ സന്തോഷിപ്പിച്ചു. ഈ കുട്ടി 70 വയസ്സിലെത്തുമ്പോൾ ലോകത്തിൻ്റെ ഒരു ആത്മീയ ആചാര്യനായി മാറും. കടൽ കടന്ന് സഞ്ചരിക്കും. 108 ക്ഷേത്രങ്ങൾ ലോകത്തെമ്പാടുമായി സ്ഥാപിക്കും എന്ന് അവേദനൻ്റെ എന്ന കുട്ടി ജനിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ജ്യോതിഷി പ്രവചിച്ചിരുന്നു. ഇത് ഗൗർമോഹൻ എന്ന അദ്ദേഹത്തിൻ്റെ പിതാവിനെ വല്ലാതെ ഇങ്ങനെ ഉന്മത്തനാക്കിയിരുന്നു. അദ്ദേഹം അത്രയേറെ വൈഷ്ണവ ഭക്തിയുള്ളൊരു മനുഷ്യനായിരുന്നു. ഗൗർമോഹൻ തീർത്തും വിശ്വസിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് സന്യാസിമാരെയും ക്ഷണിച്ചു വരുത്തുമായിരുന്നു. അദ്ദേഹം തീർത്തും വിശ്വസിച്ചിരുന്നു, എൻ്റെ മകൻ്റെ പാത ഇതാണ്, ആത്മീയ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. മുന്നൊരു കാലത്ത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേനാപതിയാവും. ലോകമെങ്ങും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഹരേ കൃഷ്ണ മന്ത്രം വ്യാപിപ്പിക്കും എന്ന് അദ്ദേഹം തീർത്തും വിശ്വസിച്ചിരുന്നു. പക്ഷേ അമ്മ രഞ്ജനി അങ്ങനെയല്ല. മകൻ ഇംഗ്ലീഷിൽ പോയി പഠിക്കണമെന്നും ബാരിസ്റ്ററായി തീരണമെന്നും വലിയ പരിക്കാരിയാവണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഗൗർമോഹൻ അതിനൊക്കെ ഒരുപാട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും അവൻ ഇംഗ്ലണ്ടിൽ പോകാൻ പാടില്ല. ഇംഗ്ലണ്ടിൽ പോയാൽ യൂറോപ്യൻ സംസ്കാരം പഠിക്കും, അവൻ മദ്യപിക്കും, അവൻ്റെ ജീവിതം തന്നെ വഴിതെറ്റി പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അനുവദിക്കില്ല എന്ന് ഗൗർമോഹൻ സ്റ്റാർട്ടിങ് പഠിക്കുകയും ചെയ്തു. പക്ഷേ ശ്രീലാ പ്രഭുവാദർക്ക് 13 വയസ്സുള്ള സമയത്ത് അമ്മ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയി. പിന്നീട് അച്ഛൻ്റെ തണലിലാണ് അദ്ദേഹം വളരുന്നത്. ഈ കുട്ടി 5-ാമത്തെ വയസ്സായപ്പോൾ പുരിയിലെ മാതൃകയിൽ ഒരു രഥയാത്ര നടത്താനായിട്ട് മുന്നോട്ട് വന്നു. അന്ന് പ്രഭുവാദർക്ക് 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി പിഹിമ അതിനെ സഹായിച്ചു. അടുത്തുള്ള ചില കൂട്ടുകാരുമൊക്കെ ചേർന്ന് പുരി മാതൃകയിൽ അച്ഛൻ അതിനുവേണ്ടി ഒരു 3 അടി പൊക്കമുള്ളൊരു രഥം തയ്യാറാക്കി കൊടുത്തു. പുരി മാതൃകയിൽ ഈ 5 വയസ്സുള്ള കുട്ടി ഒരു രഥയാത്ര നടത്തുകയാണ്. 8 ദിവസം നീണ്ടുന്ന രഥയാത്ര. 5 വയസ്സുള്ള ഒരു കുട്ടിയാണ് അതിന് നേതൃത്വം കൊടുത്തതെന്ന് നോക്കുക. അടുത്തുള്ള വീട്ടുകാരൊക്കെ കരുതിയത് ഒരു കുട്ടിക്കളിയാണെന്നാണ്. പക്ഷെ കുട്ടിക്കളിയാണെന്ന് കരുതിയ ആൾക്കാരൊക്കെ തന്നെ ഓരോ ദിവസം ചെല്ലുന്നതോറും അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞു. അവസാന ദിനങ്ങളിലേക്ക് എത്തിയപ്പോഴത്തേക്കും അടുത്തുള്ള വീടുകളൊക്കെ വിളക്കുകൾ തെളിച്ച് ഈ രഥയാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ നിയോഗം ഗൗർമോഹൻ തിരിച്ചറിഞ്ഞിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അക്കാലത്തെ കൽക്കട്ടയിലെ ഏറ്റവും പ്രശസ്തമായ കോളേജാണ് സ്കോട്ടിഷ് ചർച്ച് കോളേജ്. ബ്രിട്ടീഷ് മിഷണറിമാർ നടത്തുന്ന കോളേജാണ് സ്കോട്ടിഷ് ചർച്ച് കോളേജ്. പക്ഷെ ആ കോളേജിൽ ബിരുദത്തിന് ചേർന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മുടെ നേതാജി എന്നൊക്കെ വിളിക്കുന്ന നമ്മൾ ബഹുമാനിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് പഠിച്ചിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് പ്രഭുവാദരുടെ സീനിയറായി പഠിക്കും, അവിടെ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുകയാണ്. പല സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് അദ്ദേഹം അന്ന് അറിയപ്പെടുന്നൊരു നേതാവ് തന്നെയായിരുന്നു. അപ്പോൾ പ്രഭുപാദർ എന്ന സുഭാഷ് ചന്ദ്രബോസിൽ ഒരുപാട് ആകർഷകനായി. അതോടൊപ്പം തന്നെ മഹാത്മജിയോടും അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ തികഞ്ഞ ഒരു ദേശീയവാദിയായി അദ്ദേഹം മാറി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാവുക, സ്വാതന്ത്ര്യ സമര പോരാളിയായി തീരുക എന്നുള്ളതാണ് ജീവിത ദൗത്യം എന്നൊരു തിരിച്ചറിവ് ആ സമയത്ത് പ്രഭുപാദരുടെ മനസ്സിലുണ്ടായി, അവേദനയുടെ മനസ്സിലുണ്ടായി. അത് ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹം ഗാന്ധിജിയുടെ ആഹ്വാനത്തെ മാനിച്ചുകൊണ്ട് ബിരുദ പരീക്ഷ എഴുതിയെങ്കിൽ പോലും അത് പാസ്സായെങ്കിൽ പോലും ബ്രിട്ടീഷ് മിഷണറിമാർ നൽകുന്ന ബിരുദം വേണ്ടെന്ന് വെച്ചു. ബിരുദം സ്വീകരിക്കില്ല. അത് അച്ഛനെ ഒരുപാട് വിഷമിപ്പിച്ചു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് വിവാഹം നടക്കുന്നത്. 21-ാമത്തെ വയസ്സിൽ മല്ലിക് പ്രഭു കുടുംബത്തിൽപ്പെട്ട രാധാറാണി ദത്ത എന്ന 11 വയസ്സുള്ള പെൺകുട്ടിയാണ് വീട്ടിലെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. ഒരു അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ വാത്സല്യത്തിൽ അദ്ദേഹം വളരുന്നത്. അച്ഛൻ പറയുന്നത് നിഷേധിക്കാനായി അദ്ദേഹത്തിന് വിവാഹത്തോടൊന്നും താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അച്ഛനെ നിഷേധിക്കാനാവാത്തതുകൊണ്ട് അദ്ദേഹം രാധാറാണി ദത്തയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു.
രാധാറാണി ഇദ്ദേഹത്തെ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നരേൻ പറയുന്നത് അവിടുത്തെ ഗൗഡിയ മഠത്തിൽ മായാപ്പൂരിൽ നിന്നും ഒരു ദിവ്യനായ ഒരു സന്യാസി വരുന്നത്. അത് അഭേദത്തിലേക്ക് അത് കാര്യമായ ഒരു വലിയൊരു ചലനമൊന്നും മനസ്സിലുണ്ടായിട്ടില്ല. ഒരുപാട് സന്യാസിമാരെ കാണുന്നു, പല സന്യാസിമാരും പല തട്ടിപ്പുകളും കാണിക്കുന്നതായിട്ടൊക്കെ കേൾക്കാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് സന്യാസി എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു മതിപ്പ് മനസ്സിൽ തോന്നിയില്ല. അച്ഛൻ പല സന്യാസിമാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്താറുണ്ട്, പക്ഷെ എല്ലാവർക്കും അദ്ദേഹത്തിന് ബഹുമാനം തോന്നാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നരേന്ദ്ര നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഈ മായാപ്പൂരിൽ നിന്ന് വന്ന സന്യാസിയെ കാണാനായിട്ട് ഗൗഡിയ മഠത്തിലേക്ക് ചെല്ലുന്നത്. പക്ഷേ ഗൗഡിയ മഠത്തിൽ ചെന്ന് മായാപ്പൂരിൽ നിന്ന് വന്ന സന്യാസിയുടെ മുന്നിൽ എത്തുന്ന നിമിഷമാണ് അഭയചന്ദ്രയുടെ മനസ്സ് പറയാണ്, ഇതാ എൻ്റെ ആത്മീയ ഗുരുവിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ആ ഗുരു മറ്റാരുമായിരുന്നില്ല, ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറായിരുന്നു. ഭക്തി വിനോദ ഠാക്കൂറിൻ്റെ മകനായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അദ്ദേഹമാണ് ശരിക്കും പ്രഭാതയുടെ ഗുരു. അന്ന് ആ ഗുരുവിൻ്റെ കാലത്തിൽ ചെന്ന് പ്രണമിക്കുമ്പോൾ പദനമസ്കാരം ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ ഗുരു നരേനും അദ്ദേഹം ഒരുമിച്ചാണ് ചെന്നെങ്കിൽ പോലും നരേനെ ശ്രദ്ധിക്കാതെ അഭയചരനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഗുരു ചോദിക്കുകയാണ്, അഭയചരനോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു വിദ്യാഭ്യാസം നേടിയ യുവാവല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മഹാപ്രഭുവിൻ്റെ സന്ദേശം ലോകമെന്നും വ്യാപിപ്പിച്ചുകൂടാ? അത് നിങ്ങളുടെ ദൗത്യമായി സ്വീകരിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. ആദ്യമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് തട്ടുന്ന ചോദ്യം അതാണ്. അവിടെ നിന്ന് അദ്ദേഹം ആ ഒരു ദൗത്യം തിരിച്ചറിയുകയാണ്. എൻ്റെ ജീവിത ദൗത്യം ഇതാണ് എന്ന് ഒരാത്മീയമായ ഉൾക്കാഴ്ച അഭയചരനിലേക്ക് അവിടെ ലഭിക്കുകയാണ്. പക്ഷെ അദ്ദേഹം വല്ലാത്തൊരു മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. കാരണം ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകാനുള്ള ഉൾവിളി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരുപാട് കടമകൾ നിർവഹിക്കാനുണ്ട്. അമ്മയുടെ സ്ഥാനത്ത് അമ്മയുടെ കൂടെ സ്നേഹം പകർന്നു നൽകിയ അച്ഛനോടുള്ള കടപ്പാട്, ഭാര്യയും കുട്ടിയുമുണ്ട്, പിതാവെന്നായിരിക്കും ഭർത്താവെന്നായിരിക്കും അവരോടുള്ള കടപ്പാട്, അങ്ങനെ പല കടപ്പാടുകൾ നിർവഹിക്കാനുള്ളത് എങ്ങനെ സന്യാസത്തിലേക്ക് തിരിയാൻ കഴിയും? ഇത് വല്ലാത്തൊരു സംഘർഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഡിഗ്രി എല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ വ്യാപാരത്തിലേക്ക് വിടുകയാണ്. ഈ മണി സമുദായത്തിൻ്റെ വ്യാപാരത്തിലാണ് അവരുടെ താല്പര്യം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഡോക്ടർ കാർത്തിക് ചന്ദ്രബോസിൻ്റെ ലാബ് മാനേജറായിട്ട് അഭയചരൻ്റെ അവിടെ ജോയിൻ ചെയ്യുകയാണ്. അപ്പം അദ്ദേഹം ഒരു കുടുംബസ്ഥനായതുകൊണ്ട് അവിടെ നിന്നിട്ടും വരുമാനം പോരാ എന്ന് കാർത്തിക് ചന്ദ്രബോസിന് തോന്നിയതുകൊണ്ട് അദ്ദേഹം അലഹബാദിലെ പ്രയാഗിൽ അദ്ദേഹത്തിൻ്റെ ഫാർമസിയുടെ ചുമതല ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരുന്നുകൾ വിൽക്കുന്ന മരുന്ന് വിൽപ്പനശാലയുടെ ചുമതല, അവിടെ ഒരു മരുന്ന് വിൽപ്പനശാല തുറക്കുന്നു, അതിൻ്റെ ചുമതല അഭയചരനിലേക്ക്. ഇതൊക്കെ ഒരു നിമിത്തമാണ്. നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോ നിമിത്തമാണ്, ഓരോ നിയോഗമാണ് എന്ന് പറയുന്നത് പോലെ ഇതും ഒരു നിമിത്തമായിരുന്നു. അതൊരു കൃഷ്ണ നിയോഗമായിരുന്നു. അങ്ങനെ പ്രഭുവാദർ അഭയചരൻ്റെ ഭാര്യ രാധാറാണിയും മകനും ഒരുമിച്ച് പ്രയാഗയിലെത്തുകയാണ്. പ്രയാഗയിലെത്തി അവിടെ വെച്ചാണ് അദ്ദേഹം അലഹബാദിലെ ഗൗഡിയ ബ്രാഹ്മണ ക്ഷേത്രം തുറക്കുന്നതിന് മുൻപന്തിയിലേക്ക് വരികയാണ്. അവിടെ വെച്ച് വീണ്ടും അദ്ദേഹം പഴയ ഗുരുവിനെ കാണാനിടയാകുന്നു. അങ്ങനെ ഗുരുവിൽ നിന്ന് 36-ാമത്തെ വയസ്സിൽ നാമദീക്ഷയും ബ്രാഹ്മണദീക്ഷയും ഒരുമിച്ച് സ്വീകരിക്കുകയാണ്. വളരെ അപൂർവമായിട്ടാണ് ഈ നാമദീക്ഷയും ബ്രാഹ്മണദീക്ഷയും ഒരുമിച്ച് അദ്ദേഹം കൊടുക്കാറുള്ളത്. പക്ഷെ അവിടെ വെച്ച് ഭക്തി സിദ്ധാന്ത സരസ്വതി സ്വാമി അദ്ദേഹത്തിന് 2 ദീക്ഷകൾ ഒരുമിച്ച് കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു പ്രാപ്തനാണെന്ന് തിരിച്ചറിയുകയാണ്. അങ്ങനെ 2 ദീക്ഷയും സ്വീകരിച്ചതോടെ പ്രഭുപാദ ജീവിതത്തിൻ്റെ മറ്റൊരു വഴിത്തിരിവിലേക്ക് താൻ നീങ്ങുകയാണെന്ന് തിരിച്ചറിയുകയാണ്. ഇത് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കിടക്കുകയാണ്. പറഞ്ഞാൽ പ്രഭുപാദയുടെ ജീവിതം മുഴുവനും നമ്മൾ അതിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യാവസാനം അതിഭീകരമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെ, മാനസിക സംഘർഷങ്ങളിലൂടെയും അതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഓരോ പ്രതിസന്ധിയിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോഴും അതിനേക്കാൾ വലിയ പ്രതിസന്ധി നേരിടാൻ അദ്ദേഹം പ്രാപ്തനാകുകയാണ്, അല്ലെങ്കിൽ ഭഗവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വിശ്വാസികളെ വിളിച്ചു വരുത്തുന്നു. അവർക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നു, അവരുടെ പ്രസാദം വിളമ്പുന്നു. ഇതൊക്കെ രാധാറാണിക്ക് വലിയ എതിർപ്പാവുന്നു. ഭാര്യയ്ക്ക് അവരുടെ കുടുംബജീവിതം തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയുക. സ്വാഭാവികമായിട്ടൊരു ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന എതിർപ്പ് രാധാറാണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു.
അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രഭാകരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല. പക്ഷെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനുള്ള താല്പര്യം കുറയുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ വ്യാപാരിയായിട്ട് ഭഗവാൻ മാറുമായിരുന്നു. അന്നത്തെ കണക്കനുസരിച്ച് പറഞ്ഞാൽ രക്ഷാധിപതിയായ ഒരു ഫാർമസ്യൂട്ടിക്കൽ വ്യവസായിയായി അദ്ദേഹത്തിന് മാറാമായിരുന്നു. ആരൊക്കെ അദ്ദേഹം അത്രയേറെ ശോഭിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ബിസിനസ്സിനോട് താല്പര്യം കുറയുന്നു. അങ്ങനെ കാർത്തിക് ചന്ദ്രബോസ് സ്ഥാപനം തിരിച്ച് ഏറ്റെടുക്കുന്നു. ജീവിക്കേണ്ടവിടെ അദ്ദേഹം വീണ്ടും ബോംബെയിലേക്ക് പോകുന്നു. ബോംബെയിലെ ഒരു ഫാർമസി തുടങ്ങുന്നു. അവിടെയും അദ്ദേഹത്തിന് താല്പര്യമില്ല. അവിടെയും അദ്ദേഹം ഗൗഡിയ ബ്രാഹ്മണ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ പോകുന്നു. പിന്നെ അങ്ങോട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും ഗുരുവിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. 4 തവണ പോയി ഗുരുവിനെ സന്ദർശിക്കുന്നു. വൃന്ദാവനത്തിൻ്റെ ഇടയ്ക്ക് പോകുന്നു. ഇങ്ങനെ ഗുരുവിൻ്റെ നിർദ്ദേശം പ്രകാരം അദ്ദേഹം ബാക്ക് ടു ഗോഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു ജേണൽ തുടങ്ങുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. അങ്ങനെ ബിസിനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇദ്ദേഹം അങ്ങനെ ഡിറ്റാച്ച്ഡ് ആവുകയാണ്. അതിനിടയ്ക്ക് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന കുടുംബത്തെ വീണ്ടും കൽക്കട്ടയിലേക്ക് അയക്കുന്നു. ലക്നൌവിൽ ഒരു ഫാക്ടറി തുടങ്ങുന്നു. അത് ഫെയിലിയറായി പോകുന്നു. ഇതൊക്കെ തുടങ്ങുന്നു എന്നല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നിയോഗം അതാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അദ്ദേഹത്തിന് അതിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ മകൻ കൃഷ്ണചരനെ അലഹബാദിലെ ഒരു ഫാർമസിയുടെ ചുമതല കൊടുത്തിട്ട് അദ്ദേഹം കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾക്കായിട്ട് പോകുന്നു. ഝാൻസിയിലേക്കൊക്കെ പോകുന്നു. ഝാൻസിയിൽ പോയിട്ട് അവിടെ ലീഗ് ഓഫ് ഡിവോട്ടീസ് എന്ന് പറയുന്നൊരു നമ്മുടെ ഇസ്കോണിൻ്റെ തുടക്കമെന്ന് പറയാവുന്ന ഒരു സംഘടനയാണ്. അതിന് തുടക്കം കുറിക്കുന്നു. അവിടെയൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പല പ്രതിസന്ധികളെല്ലാം കടന്ന് ജീവിതം മുഴുവൻ പ്രതിസന്ധികൾ മാത്രമായി മാറിയ ഒരു ഘട്ടത്തിൽ സാധാരണ മനുഷ്യൻ തകർന്നടിയുന്നൊരു നിമിഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഡോക്ടർ പ്രഭാകരൻ ഒരു ടെലിഗ്രാം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അലഹബാദിൽ നിന്ന് വന്ന ടെലിഗ്രാമാണ്. ടെലിഗ്രാം പറഞ്ഞിരുന്നത് അലഹബാദിൽ അദ്ദേഹത്തിന് അവശേഷിച്ചിരുന്ന ഏക സമ്പാദ്യം അല്ലെങ്കിൽ ഏക സ്വത്ത് അലഹബാദിലെ ഒരു ഫാർമസിയായിരുന്നു. മകൻ കൃഷ്ണചരൻ മേൽനോട്ടം വഹിച്ചിരുന്ന ഫാർമസി. ആ ഫാർമസിയിലെ മുഴുവൻ മരുന്നുകളും അവിടെ ഉണ്ടായിരുന്ന പണവുമെല്ലാം അവിടുത്തെ ജീവനക്കാർ കൊള്ളയടിച്ചുകൊണ്ട് പോയി. അതും തീർന്നു. ഈ സമയത്ത് ഈ ടെലഗ്രാം കണ്ട് ഇദ്ദേഹം തീർച്ചയായിട്ടും തകർന്നു പോകുമെന്നാണ് ഡോക്ടർ പ്രഭാകരൻ്റെ ശിഷ്യൻ കരുതിയത്. എന്നാൽ ടെലഗ്രാം കണ്ടിട്ട് ടെലഗ്രാം നോക്കി നിർത്താതെ പൊട്ടിത്തിരിക്കുകയാണ് ശ്രീലാൽ പ്രഭു അഭയത്തിന്. ഇദ്ദേഹത്തിന് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പൊട്ടിത്തിരിക്കുന്നത്. അദ്ദേഹം പെട്ടെന്ന് ഡോക്ടർ പ്രഭാകരനോട് പറയുകയാണ്, യസ്യാഹം അനുഗ്രഹാമി ഹരിസിയെ തത്തനം ശരി. ഞാൻ ആദ്യം പറഞ്ഞ ശ്രീമദ് ഭാഗവതത്തിലെ വരികൾ അദ്ദേഹം പറയുകയാണ്, ഏതൊരുവിലാണോ ഭഗവാന് പ്രീതി ഉണ്ടാവുക അവൻ്റെ ഭൗതിക ധനമെല്ലാം അദ്ദേഹം തിരിച്ചെടുക്കുന്നു. എൻ്റെ കാര്യത്തിൽ അത് പൂർണ്ണമായിരിക്കുന്നു, എൻ്റെ വഴി വ്യക്തമായി കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഭഗവാന്റെ നിയോഗം എന്താണ്, ഭഗവാൻ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന നിയോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മീയ വഴിയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിന് നിമിത്തമായത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തിരിച്ച് കൽക്കട്ടയിലെ വാടക വീട്ടിൽ വരുമ്പോൾ ഈ ഭാഗവത പ്രഭാഷണങ്ങൾക്കായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ശ്രീമദ് ഭാഗവതം കാണാനില്ല. അപ്പോൾ വീട്ടിൽ ഭയങ്കര പട്ടിണിയാണ്. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അദ്ദേഹം വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയായി. അപ്പം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മാത്രമായിട്ട് ഏകീകരിക്കുകയാണ്. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഭാഗവതം കാണാനില്ല. അപ്പോൾ ഭാര്യ രാധാറാണി ദത്തയോട് അദ്ദേഹം ചോദിച്ചു, എൻ്റെ ഭാഗവതം എവിടെ നിന്ന് ചോദിക്കുന്നത്. അവർ പറയുന്ന മറുപടി, ഞാനത് വിറ്റ് തേയില വാങ്ങി, തേയിലയും വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി, നിങ്ങൾക്ക് വീട്ടിലേക്ക് ചിന്തിക്കാൻ നേരമില്ല, എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായി ഭാഗവതമുണ്ട് എന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹത്തെ വല്ലാതെ തകർക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അവിടെ വെച്ച് നിനക്ക് ചായയാണോ താല്പര്യമുള്ളോ, നിനക്ക് എന്നോടാണോ താല്പര്യം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇവർ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ചായയോട് തന്നെയാണ് താല്പര്യം. തമാശയ്ക്ക് പറഞ്ഞാൽ പക്ഷേ ആ തമാശ അദ്ദേഹം കാര്യമായിട്ട് എടുത്ത് അദ്ദേഹം ഗൃഹസ്ഥാശ്രമി എന്ന ജീവിതത്തിൽ നിന്ന് അദ്ദേഹം തൻ്റെ സാന്നിധ്യത്തിനവിടെ പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ അദ്ദേഹം വീട് വിട്ട് സന്യാസത്തിലേക്ക് പോകുന്നു. പിന്നെ ഏറ്റവും വിസ്മയിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ
1969 ഓഗസ്റ്റ് 13-ന്, അതായത് ജന്മാഷ്ടമിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, ഇത് ഓഗസ്റ്റ് 16-ആണ്, അത് 17-ആണ്, ജന്മാഷ്ടമിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് 1969 ഓഗസ്റ്റ് 13-നാണ് അമേരിക്കയിലേക്ക് അദ്ദേഹം പോകുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് 69 വയസ്സുണ്ട്. നമ്മളൊക്കെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് നമുക്ക് 60 വയസ്സാവുമ്പോൾ നമ്മൾ സർവീസിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല ഈ ലോകത്ത്, ഇനി വിശ്രമ ജീവിതം നയിക്കാനുള്ളതാണെന്ന് സമയമാണെന്നൊക്കെ നമ്മൾ ആശ്വസിച്ചിരിക്കുന്ന ഒരു കാലമാണ്. അദ്ദേഹം ഏറ്റവും അധികം ക്രിയാത്മകനാകുന്നത്. അദ്ദേഹം ഭഗവാന്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും അധികം ആക്റ്റീവായത് 69-ന് ശേഷമാണ്. 1969-ൽ അദ്ദേഹം 70-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് ജലദൂത എന്ന കപ്പലിൽ വെച്ചാണ്. ജലദൂത എന്ന കപ്പലിൽ തന്നെ അമേരിക്കയിൽ പോകാനിടയാണെന്ന് നേരത്തെ ഇവിടെ ഡോക്യുമെൻ്ററിൽ കാണിച്ചു. സുമതി മൊറാർജിയെ പോയി പലതവണ കണ്ടു. ഒരു പല തടസ്സങ്ങൾ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് പോയേ തീരൂ എന്നൊരു ശാഠ്യം അദ്ദേഹം എടുത്തു. അങ്ങനെ ഒരു കാർഗോ ഷിപ്പാണ്. കാർഗോ ഷിപ്പിൽ ഒരു പാസഞ്ചർ ബർത്ത് അവരുടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് നൽകി. കയ്യിൽ വെറും 40 രൂപയും അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ മഹാഭാഗവതത്തിൻ്റെ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ 3 വോള്യങ്ങൾ അടങ്ങുന്ന 200 സെറ്റുമായിട്ടാണ് അദ്ദേഹം ജലദൂതയിൽ യാത്രയാവുന്നത്. ഭാഗവതം കൊച്ചി തുറമുഖത്താണ് എത്തിക്കുന്നത്. അദ്ദേഹം കൊച്ചിയിൽ വന്നിറങ്ങി യാത്രക്കിടയിൽ. അങ്ങനൊരു ഭാഗ്യം നമുക്കുണ്ടായി. കേരളത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. കേരളത്തിലെ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ പാദസ്പർശമുണ്ടായി അമേരിക്കയിലേക്കുള്ള യാത്രയിൽ. അങ്ങനെ അമേരിക്കയിലുള്ള യാത്രയിൽ വേണ്ട ചെങ്കടൽ കടക്കാനായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കടുത്ത ഹൃദയാഘാതം ഉണ്ടാവുകയാണ്. 70 വയസ്സായ മനുഷ്യൻ കടുത്ത ഹൃദയാഘാതം ഉണ്ടാവുന്നു. കപ്പലിൽ അങ്ങനെ യാതൊരു ചികിത്സാ സൗകര്യവുമില്ല. അദ്ദേഹം മരിച്ചു പോകുന്ന എല്ലാവരും തീർച്ചപ്പെടുത്തി. ക്യാപ്റ്റൻ അരുൺ പാണ്ഡെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതീവ ജാഗരൂകരായി സുമതി മൊറാർജിയെ അവരെ ഏൽപ്പിച്ചാണ് അദ്ദേഹത്തെ വിട്ടിരിക്കുന്നത്. അദ്ദേഹം കപ്പൽ വെച്ച് മരിക്കാമെന്ന് വെച്ചാൽ അവരെ വലിയൊരു ഉത്തരം പറയേണ്ടി വരും. ദിവസങ്ങളോട് അദ്ദേഹം ബോധരഹിതനായിട്ട് കിടക്കുകയാണ്. കോമയിലാണ്, അനക്കമില്ല. ആ കോമയിൽ കിടക്കുന്ന ദിവസം, ആ ദിവസങ്ങളിൽ ജലദൂത ഡയറി എഴുതിയിട്ടില്ല. ഞാൻ ഡയറി പരിശോധിച്ചിട്ട് ആ ദിവസങ്ങളിൽ അത് ഗ്യാപ്പുണ്ട്, അവിടെ എഴുതിയിട്ടില്ല. അദ്ദേഹത്തിന് ഓർമ്മയില്ല, കോമയില്ല. അതിനുശേഷം അദ്ദേഹം എഴുതിയിരിക്കുന്ന ഡയറി ഗ്രൂപ്പിൽ പ്രഭാവം എഴുതിയിരിക്കുകയാണ്: ഞാൻ ഒരു സ്വപ്നം കണ്ടു. രാത്രി ഞാനൊരു നൗകയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, കടലിലൂടെ സഞ്ചരിക്കുകയാണ്. ആ നൗകയുടെ ഇരുവശങ്ങളിലും തൊഴിയുന്നത് ഭഗവാനാണ്. ഭഗവാൻ വിവിധ രൂപങ്ങളിൽ നൗകയുടെ ഇരുവശങ്ങളിലും തൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുന്നിൽ തൊഴിയുന്നത് ഭഗവാനാണ്. ഭഗവാൻ മുന്നിൽ എന്നോട് പറയുകയാണ്: നീ വിഷമിക്കേണ്ട, നീ എന്നെ പിന്തുടരൂ, എൻ്റെ കൂടെ വരൂ, ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് ഭഗവാൻ പറയുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ തോന്നുകയാണ്. ഈ സ്വപ്നത്തിന് ശേഷമാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. യാതൊരു ചികിത്സയുമില്ലാതെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 40 രൂപ പേരുള്ളൂ. കപ്പലിൽ നിന്ന് ഇറങ്ങാൻ നേരം അരുൺ പാണ്ഡെ എന്ന ക്യാപ്റ്റൻ $20 കൊടുത്ത് അദ്ദേഹത്തിൻ്റെ 3 വോള്യം വാങ്ങി ഉൾപ്പെടുത്തിയാൽ $20 40 രൂപയാണ് അദ്ദേഹത്തിന് അമേരിക്കയിൽ ജീവിക്കാനായിട്ട് കൈവന്നായിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് ഈ ക്യാപ്റ്റൻ അരുൺ പാണ്ഡെ പറയുന്നൊരു വളരെ ശ്രദ്ധേയമായ കാര്യമുണ്ട്. അരുൺ പാണ്ഡെ പറഞ്ഞായിട്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അരുൺ പാണ്ഡെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ അറ്റ്ലാന്റിക്കിലൂടെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ധീരതമായ യാത്ര അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷേ ക്യാപ്റ്റൻ അരുൺ പാണ്ഡെ പറയുകയാണ്: എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഇത്തവണ കടലിലൂടെ ഒരു പൂ ഒഴുകി പോകുന്നത് പോലെയാണ് കപ്പൽ അറ്റ്ലാന്റിക്കിലൂടെ കടന്നു പോയത്. അപ്പോൾ പ്രഭാതം തിരിച്ചറിയാണ് ഈ കപ്പലിനെ നയിച്ചത് അരുൺ പാണ്ഡെ അല്ല, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് പ്രഭാതം തിരിച്ചറിയുകയാണ്. അങ്ങനെ 35 ദിവസം നീണ്ട വളരെ ശ്രമകരമായ ഒരു യാത്രയായിരുന്നു. അമേരിക്കയിൽ എത്തിച്ചേർന്നതിന് ശേഷം ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മളുടെ ഡോക്യുമെൻ്ററിയിൽ കണ്ടു. പക്ഷേ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടിയായിട്ട് വന്നു. അമേരിക്കയിൽ എത്തിയതിന് ശേഷം 3ാമത്തെ ഏറ്റവും കടുത്ത അറ്റാക്ക് വന്നു. ഹൃദയാഘാതം ഉണ്ടായി. അദ്ദേഹത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ വെച്ച് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ശിഷ്യനായ ഗംഗമ്മയോട് പറഞ്ഞത്, ഈ ട്രിപ്സെറ്റുകളൊക്കെ വലിച്ചു പറിച്ച് എറിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവുക, എൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി ഈ ആശുപത്രിയിൽ കിടത്തരുത്, ഞാൻ ഹരിനാമ ജപം, ഞാൻ ഹരേകൃഷ്ണ ജപം നടത്തി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ അനുമതിയില്ലാതെ അദ്ദേഹത്തിനെ ഗർഗമുനിയും കൂട്ടരും അവിടുന്ന് കടത്തിക്കൊണ്ടുപോവുകയാണ്. ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ ഡോക്ടർമാർ നിങ്ങൾ ഇയാളെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, നിങ്ങൾ ഉത്തരവാദികൾ നിങ്ങൾക്ക് കുറ്റമാണെന്ന് നടപടി ഉണ്ടാകും എന്നൊക്കെ ഡോക്ടർമാർ വാക്ക് ചെയ്തു. പക്ഷേ അവർ കൊണ്ടുപോയി അദ്ദേഹത്തെ കടൽക്കരയിലുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ
ഹരേ കൃഷ്ണ ജപം മാത്രം നടത്തി ആണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഒരു മരുന്ന് കഴിക്കുന്നില്ല. അതിനുശേഷം അപ്പോഴത്തേക്ക് ശിഷ്യന്മാർ സാൻ ഫ്രാൻസിസ്കോയിൽ ആദ്യത്തെ ഹരേ കൃഷ്ണ ഇസ്കോൺ ടെമ്പിൾ ഇസ്കോൺ ആകുന്നതേ ഉള്ളൂ. ആദ്യത്തെ ക്ഷേത്രം സ്ഥാപിക്കാനുള്ള തീരുമാനമായി. ഇദ്ദേഹത്തിന് സാൻ ഫ്രാൻസിസ്കോയിൽ പോകുമ്പോൾ അവിടെ രഥയാത്ര നടക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാരുടെ അഭിപ്രായം വാങ്ങിയേ പറ്റുള്ളൂ. അതിന് ഡോക്ടർമാരുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയ വിഷയമാണ്. ഡോക്ടർമാർ ചോദിച്ചു, നിങ്ങൾ ഏത് ആശുപത്രിയിലേക്കാണ് ഇവിടുന്ന് പോയത്? ഇതിനേക്കാളും മികച്ച ഏത് ആശുപത്രിയിൽ നിങ്ങൾ പോയത്? കാരണം നിങ്ങളുടെ രോഗമെല്ലാം മാറിയിരിക്കുന്നു. ഡോക്ടർമാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരുപാടുടെ രോഗമെല്ലാം മാറിയിരിക്കുന്നു. ഒരു നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാം, ഒന്നും പേടിക്കേണ്ട, കൂടെ ഒരാളുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് യാത്ര ചെയ്യുകയാണ്. പിന്നീട് അങ്ങോട്ട് നമുക്ക് വിശ്വസിക്കാനാവില്ല. ശേഷിക്കുന്ന ഒരു 11 വർഷം കൊണ്ട് നിലവിലെ യാത്ര തുടങ്ങിയതിന് ശേഷമുള്ള 11 വർഷം കൊണ്ടാണ് ഇസ്കോൺ എന്ന മഹാപ്രസ്ഥാനം സ്ഥാപിക്കപ്പെടുന്നതും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുന്നതും എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും അദ്ദേഹം സഞ്ചരിക്കുന്നതും ജർമ്മനിയിലും UK യിലും ഓസ്ട്രേലിയയിലും അങ്ങനെ എല്ലാ ഭാഗത്തേക്കും, ആഫ്രിക്കയിലും എല്ലാ ഭാഗങ്ങളിലേക്കും പ്രഭാതം സഞ്ചരിക്കുകയാണ്. ഇത്രയും അവസരമായ മനുഷ്യനാണ് നമുക്ക് 3 തവണ ഹൃദയാഘാതം ഉണ്ടായത്. നമ്മളൊക്കെയാണെങ്കിൽ ഒരു യാത്രയ്ക്ക് പോലും നമ്മളൊന്നും സജ്ജരായിരിക്കില്ല. എത്രയോ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു. 11 വർഷക്കാലം അദ്ദേഹത്തിന് വേണ്ടി വിശ്രമമില്ലാത്ത കൃഷ്ണാവബോധ സേവനത്തിലേക്ക് അദ്ദേഹം മുഴുകുകയാണ്. നമുക്ക് പ്രഭാതയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒട്ടും തന്നെ ഉടവ് തട്ടാത്ത വിശ്വാസം, ഉലയാത്ത വിശ്വാസം, കൃഷ്ണനുള്ള വിശ്വാസം, കൃഷ്ണാവബോധം, തകർക്കാനാവാത്ത ഡിറ്റർമിനേഷൻ, അത്രയേറെ കരുത്തുള്ള ദൃഢനിശ്ചയമാണ്. അതോടൊപ്പം ആത്മവിശ്വാസം. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു വലിയ പാഠപുസ്തകമാണ് ശ്രീലാൽ പ്രഭുനാഥ്. അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത്, മരണത്തെ ഇങ്ങനെ കാത്തു കിടക്കുന്ന സമയത്ത്, ശിഷ്യൻ കമാലകൃഷ്ണൻ, ആ സമയത്ത് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന വൈദ്യൻ കവിരാജ് ഇവരൊക്കെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ വൈദ്യൻ കവിരാജോട് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം, എനിക്ക് ഈ ഒരു ആഗ്രഹവും നിശ്ചയിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടികളിങ്ങനെ അണിയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ മനസ്സിലാക്കി അദ്ദേഹം ഹരേകൃഷ്ണ ജപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരേകൃഷ്ണ ജപം നടത്തിക്കൊണ്ട് തന്നെയാണ് പ്രഭാതത്തിൽ ലോകത്തോട് യാത്ര പോകുന്നത്. അതിനു മുൻപ്, മരിക്കുന്നതിന് മുൻപായിട്ട് കമാലകൃഷ്ണനുമായിട്ട് ഈ മരണസമയത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, സദാ കൃഷ്ണാബോധത്തിൽ മുഴുകിയ ഒരാൾക്ക് മരണവേളയിൽ കൃഷ്ണസ്മരണം മാത്രമേ മനസ്സിൽ അവശേഷിക്കൂ. ഞാൻ സദാ കൃഷ്ണാബോധത്തിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ഞാൻ മരിക്കുന്ന വേളയിലും എൻ്റെ മനസ്സിൽ കൃഷ്ണൻ മാത്രമേ ഉണ്ടാവൂ, എൻ്റെ മനസ്സിൽ കൃഷ്ണസ്മരണം മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് എനിക്ക് കൃഷ്ണനിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് കമാലകൃഷ്ണനോട് പറഞ്ഞായിട്ട് കമാലകൃഷ്ണൻ പിന്നീട് അനുസ്മരിക്കുന്നുണ്ട്. ഇങ്ങനെ സങ്കീർത്തനമാകുന്ന സമുദ്രത്തിന് നടുവിലൂടെ അദ്ദേഹം ഭൂമിയോട് വിട പറയുകയായിരുന്നു. അതിനകം തന്നെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരം, ലോകത്തിൻ്റെ എല്ലാ മൂലകളിലും മുക്കിലും മൂലയിലും എല്ലാ ഗ്രാമങ്ങളിലും ഹരേകൃഷ്ണ നാമം ഉരുവിടുന്നൊരു കാലം ഉണ്ടാവണം എന്ന അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയുടെ കഴിഞ്ഞു. അത് വലിയൊരു മഹത്തായ ഒരു സാക്ഷാത്കാരമായിരുന്നു. ആ സാക്ഷാത്കാരത്തിൻ്റെ ഓർമ്മ ദിവസത്തിൽ ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കിങ്ങപ്പിറവിയിൽ ഒരു വലിയ ധന്യതയായി ഞാൻ കരുതുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിക്കാൻ നിങ്ങൾ ഓരോരുത്തരോടും ഇസ്കോൺ സാരഥികളോടും ബഹുമാനപ്പെട്ട മഹാരാജനോടും എൻ്റെ